ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹോണ്ട ഏവിയേറ്ററാണ് വണ്ടി. ടെസ്റ്റ് വർക്ക് വിത്ത് പെയിൻറ്റിങ്, ബോഡി പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാനാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അതിൻ്റെ ബോഡി പാർട്സുകളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് അയച്ചു, പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഈ കണ്ടീഷനിൽ തന്നെ പെയിൻറ്റിങ്ങിന് നമുക്ക് പോകേണ്ട ഐറ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക്കാണ്, മെറ്റാലിക് ബ്ലാക്കാണ് വരാം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളും കൂടി നമുക്ക് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 കേബിളുകളൊക്കെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്, അതേപോലെ സ്പീഡോമീറ്റർ കേബിളൊന്നും വർക്കിംഗ് അല്ല. ഇപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും കേബിളുകൾ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് സൈഡ് കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. ആക്സിലേറ്ററിൻ്റെ കേബിൾ, ബ്രേക്കിൻ്റെ കേബിളുകൾ, ആക്സിലേറ്റർ കേബിൾ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ മാറ്റുള്ളൂ. ഓൾറെഡി ടൈറ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് തിരിച്ചടിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് റിലീസ് ആവണില്ല. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ, ബ്രേക്കിൻ്റെ കേബിളുകൾ ഒക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ബോഡി പാർട്സുകളിൽ ഡാമേജ് എന്ന് പറയാനായിട്ട് ഇത് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഫ്ലോറിൻ്റെ ഈ കവർ മാത്രമാണ് തുരുമ്പിട്ട് മൊത്തം പോയേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് വിടുക കേട്ടോ. ക്ലച്ച് നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അയച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി നിലവിൽ അതിൻ്റെ ഐറ്റംസ് കമ്പോണൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. വേറെ ഡാമേജുള്ള പാർട്സുകളോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും ഓക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലച്ചിൻ്റെ വർക്കും ആവറേജ് ഒരുവിധം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് വിടാം. അപ്പോൾ ക്ലച്ച് CVT ക്ലച്ചിൻ്റെ മെയിൻ യൂണിറ്റാണ് അതൊക്കെ. ഇതൊക്കെ ഒന്ന് അഴിച്ച് ഇപ്പോൾ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. ഇത് കാണുന്ന തുരുമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ആകുന്നുണ്ട്. ഇനി ഈ കണ്ടീഷനിൽ തന്നെ വണ്ടി വാട്ടർ സർവീസിലേക്ക് പോകും. സർവീസിലേക്ക് പോയിട്ട് നീറ്റായിട്ടൊന്ന് കഴുകി ക്ലീൻ ആയതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിലേക്ക് കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ആ രീതിയിലാണ് വർക്ക് നടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയർ ആവറേജ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കാണ്, അതൊക്കെ മാഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലത്തെ ടയറും ഈ സൈഡൊക്കെ തീരെ മോശമായ ഒരവസ്ഥയിലാണ്. അപ്പോൾ ടയറിൻ്റെ കേസുകൊണ്ട് ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാം. അതിനകത്ത് നമ്മൾ ഈ ടയറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിള്, ബ്രേക്കിൻ്റെ കേബിളുകൾ, സ്പീഡോമീറ്റർ കേബിള്, അതേപോലെ തന്നെ പെയിൻറ്റിങ്, വാട്ടർ സർവീസ്, ജനറലായിട്ടുള്ള സർവീസുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഫ്ലോറിൻ്റെ കവർ, ഈ തുരുമ്പിട്ട് പോയണ ഈ കവർ, പിന്നെ 1-2 പാച്ച് വർക്ക് ഐറ്റംസൊക്കെ ഉണ്ട്. ഫ്രണ്ട് മൺ ഗാർഡ്, അതിൻ്റെ ബോഡി പാനലിൽ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ അത്യാവശ്യം ഭാഗങ്ങളൊക്കെ ഒന്ന്, അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഒന്ന് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. തന്നെ എസ്റ്റിമേറ്റിൽ ഈ ടയറടക്കം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് പോണതിൻ്റെ അനുസരിച്ചിട്ട്, പെയിൻറ്റിങ് കഴിഞ്ഞ് വരുന്നതിൻ്റെ അനുസരിച്ചായാലും നമ്മൾ അപ്ഡേഷൻ ഓൾറെഡി നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നേക്കാം കേട്ടോ. വർക്ക് ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു 15 ദിവസം തുടങ്ങി 20 ദിവസം ഗ്യാപ്പ് എന്തെങ്കിലും വരും വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ. അതനുസരിച്ചിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാം. ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റും പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ.